ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ചോറ് ഇന്ന് കോളിഫ്ലവർ ഫ്രൈ ആൻഡ് പപ്പടം. ഓക്കെ, അപ്പം ഒരു ചെറിയ സ്റ്റഡി റുട്ടീൻ നോക്കാം അല്ലേ ടിയ? സ്റ്റഡി റുട്ടീൻ ഒന്നുമില്ല, നോട്ട്ബുക്സ് കാണിച്ചു കൊടുക്കാല്ലേ. അതിന് അങ്ങനെ കോളിഫ്ലവർ ഫ്രൈ അത്രയ്ക്ക് ഇഷ്ടമല്ല. കോളിഫ്ലവർ ഫ്രൈ ഫേവറേറ്റ് ആരൊക്കെയാണ്? കമന്റ്. അങ്ങനെ സ്കൂളിലോട്ട് പോവാൻ നിൽക്കുകയാണ് ഗൈസ്. കൺമഷിയൊക്കെ എഴുതി ചന്തക്കുട്ടിയായിട്ടാണ് നമ്മളിന്ന് സ്കൂളിലോട്ട് പോകുന്നത്. ഒരു ഫൗണ്ടേഷൻ, എന്താണ് അതിന്റെ പേര്? മോയ്സ്ചറൈസറോ? ഒരു മോയ്സ്ചറൈസർ ഇടും. അതിനുശേഷം ഇതുപോലെ ടീക്കുട്ടിയുടെ മോയ്സ്ചറൈസർ വാസ്ലിന്റെ ഇതാട്ടോ. ഇത് കുറെ ആയിട്ടോ യൂസ് ചെയ്യണത്. മമ്മ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പോൺസാ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇതുപോലെ കൺമഷി ലൈറ്റ് ആയിട്ട് എഴുതും. പിന്നെ ഒരു ലിപ് ബാമും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് സ്കൂൾ ബസ് വെയിറ്റിംഗ് ആണല്ലേ. ആർക്കൊക്കെ സെന്റ് തോമസ് ഡേ ആയിട്ട് സ്കൂളിൽ ഇല്ലായിരുന്നു? തേഴ്സ്ഡേ അല്ലേ പറഞ്ഞ? ഇവിടെ ടീക്കുട്ടിക്കും സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ടീക്കുട്ടി ഇങ്ങനെ പോഡ്കാസ്റ്റിൽ കുറെ പാട്ടൊക്കെ വെച്ചിട്ടാട്ടോ. ഇവിടെ നോക്കട്ടെ പിന്നെ. ഓക്കെ, മമ്മിക്ക് കണ്ണെഴുതുന്നൊന്നും ഇഷ്ടമായില്ല. മമ്മിക്ക് നല്ല ഡാർക്ക് വേണമായിരുന്നു കണ്ണ്. ടീക്കുട്ടി ഇപ്പൊ ലൈറ്റ് ആയിട്ട് എഴുതുന്നത്. എവിടെയും പൊടിയൊന്നുമില്ല. ഒരു 3-4 പ്രാവശ്യം മുടി അഴിച്ചു കെട്ടണം. അദ്ദിക്കുട്ടാ, എടാ അങ്ങോട്ട് ഓടിയോ. ബാഗ് എടുത്തിട്ട് ഈ ക്ലിപ്പ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാട്ടോ. ടീക്കുട്ടിക്ക് എപ്പോഴും ഇപ്പൊ 7:09 ആയിട്ടോ ടൈം. 7:15 സ്കൂൾ ബസ് വരാം. ടീക്കുട്ടിക്ക് എപ്പോഴും ഞാൻ മുടി കെട്ടുന്നത് ഒട്ടും തൃപ്തി വരില്ല. ഏതാണ്? കൊക്കോ വാസ്ലിന്റെ കൊക്കോ ബട്ടറോ എന്തോ ഒരു ബട്ടറോ മിൽക്ക് ബട്ടറോ എന്തോ ഒരു സംഭവം. നോക്കട്ടെ, റെഡിയായി നോക്കട്ടെ. പെർഫ്യൂം പിന്നെ ടീക്കുട്ടിക്ക് കുറെ ഉള്ളത് കൊണ്ട് ഏത് വേണമെങ്കിലും അടിക്കാല്ലേ ടിയാ? ഓക്കെ ഫൈൻ. അപ്പൊ റെഡി ആയോ? യെസ്. അപ്പം ടീക്കുട്ടിയുടെ സ്റ്റഡി റുട്ടീനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗൈസ്. സ്റ്റഡി റുട്ടീൻ ചോദിക്കണമെങ്കിൽ ടീക്കുട്ടിയുടെ ട്യൂഷൻ ടീച്ചറുടെ അടുത്ത് പോകണം. അതുകൊണ്ട് എനിക്ക് ടീക്കുട്ടിയുടെ സ്റ്റഡി റുട്ടീൻ ഒന്നും ഇല്ല. എന്നാലും ബുക്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇല്ല. ടീക്കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പം ഒരുവിധം ബ്രിഡ്ജ് കോഴ്സോ എന്താടാ? എല്ലാം നോക്കി. മലയാളം എടുത്തേ, മലയാളം ഇംഗ്ലീഷ് ഒക്കെ എടുത്തത് ഇതൊക്കെയാണ് കേട്ടോ. പേപ്പർ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇന്ന് കിട്ടുമായിരിക്കും ഗൈസ്. അപ്പം ലെസൺ 2 എടുത്തിട്ടുണ്ട്. ഇതാണ് ചാപ്റ്റർ 2. വേറെ ഏതാടാ അത്? LHS ഈക്വൽ ടു RHS. ആരാ പറഞ്ഞ? ഓ മൈ നോക്കട്ടെ, ആ വുമൻസ് ഡേ സ്പെഷ്യൽ ടീക്കുട്ടി വരച്ചതാട്ടോ. ഓ, പാഠം 2 സീതാ സ്വയംവരം. എനിക്കിത് ഇഷ്ടായില്ല ചിപ്പി. എനിക്കിതാണ് ഇഷ്ടായത്. ഇതാണ് എനിക്ക് ഇഷ്ടായത്. അതെയോ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ. ഏതാ നിങ്ങൾക്ക്? എനിക്കിതാണ് ഇഷ്ടം. ഓ, എനിക്ക് ഭയങ്കരമായി ഇഷ്ടായി. വാവ് ടിയ, സൂപ്പർ ഡാ. ഗൈസ് നോക്കിയേ, ഒന്നും പറയാൻ പറ്റില്ല, പൊട്ടാന്നാ പറയണേ. അപ്പൊ ഇനി അടുത്ത ഇംഗ്ലീഷ് ആട്ടോ. കാരണം ടീക്കുട്ടിയുടെ സ്റ്റഡി റൂട്ടീൻ മുഴുവൻ ട്യൂഷൻ ടീച്ചറുടെ കയ്യിലാണ്. ടീക്കുട്ടി 4:30 സ്കൂൾ വിട്ട് വരും. 4:45 to 7 o'clock ആണ് ട്യൂഷൻ. ആ സമയത്തായിരിക്കും എനിക്ക് അദ്ദിക്കുട്ടന്റെ കൂടെ ഇരിക്കാൻ പറ്റാട്ടോ. ഇതാണ് ഇംഗ്ലീഷ്. കുറേ കുഞ്ഞുമക്കളും പേരൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നോട്ട്ബുക്സ് കാണിക്കൂ എന്നുള്ളതല്ല. അപ്പം ഇതാണ് ഇംഗ്ലീഷ്. പക്ഷെ നമ്മൾ 4th ഫുൾ സ്റ്റാർ ഒക്കെ വാങ്ങിയേ. അത് മലയാളത്തിലാ. ഒറ്റ മിനിറ്റ് ഞാൻ നോക്കട്ടെ. പക്ഷെ ഇപ്രാവശ്യം വല്ല സ്റ്റാർ കിട്ടിയിട്ടുണ്ടോ? വല്ല സ്റ്റാർ കിട്ടിയിട്ടുണ്ടോ? ഹിന്ദിയിൽ എനിക്ക് വെരി ഗുഡ് കിട്ടിയിട്ടുണ്ടോ? വിനയ് സർ സ്പെഷ്യൽ. ഓ മൈ ഗോഡ് ഗൈസ്, വെരി ഗുഡ്. അദ്വിക്ക് ഓക്കെ. ഓ, ഇതിന്റെ മേലെ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുകയാണോ? ഗൈസ് ഹിന്ദി ഗൈസ് ഭയങ്കര ടഫാ. ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാത്തതുകൊണ്ടാട്ടോ ടഫ്. സാറായതുകൊണ്ട് കുറച്ച് എളുപ്പമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇല്ലടാ. അയ്യോ, ഫസ്റ്റ് ചാപ്റ്ററിൽ വെരി ഗുഡ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങക്ക് സമയമായി എന്നാ പറയുന്നത് ഗൈസ്. അപ്പൊ ഇനി ലഞ്ച് കിറ്റ് എല്ലാം ടീക്കുട്ടി ലീക്കായി പോയോ? നമ്മുടെ പൗച്ച് കളക്ഷൻസ് ഒക്കെ. അയ്യോടാ, ഈ പൗച്ച് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇതിനുള്ളിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഓപ്പൺ യുവർ മൗത്ത്. ഒരു പെന്നില് 2 പെൻസില്. ഓക്കെ, ഇത് ഞാൻ മറ്റേ ആമസോണിൽ വാങ്ങിയതാണോ? എജുമാർട്ട്. ഓക്കെ, അങ്ങനെ കൊറേ സംഭവം.
വെറുതെ ബോക്സ് പൗച്ചിൻ്റെ ഉള്ളിലെല്ലാം എന്തായി. ശരി കേട്ടോ, സമയം കളയണ്ട. ഓക്കെ, അതെല്ലാം റെഡിയാക്കി. അദ്ദിക്കുട്ടൻ്റെ ഇതെല്ലാം റെഡിയാണ് കേട്ടോ. അവൻ്റെ ലഞ്ച് കിറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കാരണം മഴക്കാരല്ലേ, അപ്പോൾ ഇനിയിപ്പം 2 കൂടി പിടിക്കണ്ടെന്നുള്ള ഉദ്ദേശത്തിൽ വെള്ളം സ്പ്രേ ചെയ്യല്ലേ ചിക്കു. ഓക്കെ, അപ്പോൾ ടീക്കുട്ടി അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുക കേട്ടോ ബാഗെല്ലാം. ലഞ്ച് ബോക്സ് എല്ലാം വെച്ച്. ഇപ്പം ടൈം ഒന്ന് നോക്കട്ടെ, 7:16 ആയി. അപ്പോൾ 7:17 or 18 നമ്മൾ സ്കൂൾ ബസ് വരുന്നത്. നിങ്ങളുടെ സ്കൂൾ ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ ഒന്ന് പറയണേ കേട്ടോ. ഓക്കെ, ചെരുപ്പെല്ലാം ഇട്ട്. അദ്ദിക്കുട്ടാ ചെരുപ്പിട്ടേ മറ്റേ. നമ്മുടെ സ്കൂളിൽ ഓണം കഴിഞ്ഞിട്ടാണ് ഷൂസും സോക്സും ഇടുക കേട്ടോ. കാരണം അതാണ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കാരണം ഇല്ല വെച്ചാൽ ഫുള്ള് വൃത്തികേടാവും കാലുമെല്ലാം. അദ്ദിക്കുട്ടനും എല്ലാം സെറ്റാക്കി. ഇനി ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവയ്ക്കണ്ടേടാ ബാഗെല്ലാം. പിന്നെ ഡാഡിയുടെ കാറിൽ മിററിൽ പിന്നെ അറ്റകുറ്റപ്പണികൾ എല്ലാം നടത്തും. അതായത് കൺമഷി കൂടിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളല്ലടാ ഗൈസ്. നമ്മുടെ യെല്ലോ പൂക്കൾ ബാക്ക് യാർഡിൽ കുറേ യെല്ലോ പൂക്കൾ ഇപ്പോൾ കറക്റ്റായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഗൈസ്. എത്ര പേർക്ക് ഇഷ്ടമായി എന്ന് പറയണേ. നോക്കി മമ്മി കാണുന്നുണ്ടോ, അതായത് അമ്മമ്മയുടെ അടുത്താട്ടോ പറയുന്നത്. നോക്കി എന്ത് ഭംഗിയാ നോക്കിയല്ലടാ. നന്നായിട്ടില്ലേ, പെർഫെക്റ്റ് ആയില്ലേ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇപ്പോഴും ചെരിഞ്ഞാട്ടോ ഇരിക്കുന്നത്. അത് നേരാക്കാൻ പറ്റുന്നേ ഇല്ല. അതെന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ ആൻറ്റിമാരൊക്കെ വന്ന് നേരാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്മസ് ട്രീ സ്റ്റിൽ ചരിഞ്ഞിട്ടാണ്. പക്ഷികൾ വീണ്ടും കൂട് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ ദേ അദ്ദിക്കുട്ടനും ടീക്കുട്ടി. ഇപ്പോൾ ടൈം 7:20. സാധാരണ 7:16 വരലാണ്. ഇന്ന് ചില സമയത്ത് ഏതെങ്കിലും കുഞ്ഞു മക്കള് വൈകിട്ടുണ്ടാവും അല്ലടാ. ആ ശരിയാണല്ലോ ഗൈസ്. മരുന്ന് നമുക്കായിരുത്ത ഒരെണ്ണത്താ ഗൈസ്. മരുന്ന് കഴിക്കാൻ ചെറിയൊരു പനിയുള്ള പോലെ, പനിയില്ല എന്നാലും ഒരു ഇത്. അപ്പം അതൊന്ന് സമയം കഴിഞ്ഞു കേട്ടോ, ഓർമ്മയില്ല. ഇതും കൂടി കഴിച്ചു. നമ്മൾ ടാബ്ലറ്റ്സ് എല്ലാം മുറിച്ചിട്ടാട്ടോ കൊടുക്കുന്നത്. അധികം ചെറിയൊരു പനി പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ബെറ്ററായി. അപ്പം ഒന്ന് എനിക്ക് ഇത് എനിക്ക് സിറപ്പും കഴിക്കാൻ ഇഷ്ടമല്ല, ഗുളികയും കഴിക്കാൻ ഇഷ്ടമല്ല, ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല അല്ലേ. കഴിഞ്ഞോ? ക്ലോസ് ഇറ്റ് ഗൈസ്. ഫ്ലാഷ് വീണ്ടും ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അദ്ദിക്കുട്ടൻ്റെ മാത്സ് മന്ത്ലി ടെസ്റ്റ് പേപ്പറാണ്. ഫുൾ മാർക്ക് ഉണ്ട് ഗൈസ്. പക്ഷേ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ ഡാഡിക്ക് ഹാൻഡ് റൈറ്റിംഗ് അങ്ങ് ഇത്തിരി മോശം. ഇത്തിരി നല്ലല്ലേ അദ്ദിക്കുട്ട? എത്ര മോശമാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. മലയാളത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയറിൽ കളിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാത്സ് ഒക്കെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. എന്നാലും ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും അല്ലേ അദ്ദിക്കുട്ട? അപ്പോൾ പാവൻ ടീച്ചറുടെ ഒന്ന് കഷ്ടമൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കണ്ടുപിടിച്ച് എഴുതേണ്ട സംഭവങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസത്തിൻ്റെയും ഫസ്റ്റ് തന്നെ ആ മാസത്തിൻ്റെ ലാസ്റ്റ് എക്സാം വരയ്ക്കുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മന്ത്ലി ടെസ്റ്റ് സെക്കൻഡിൻ്റെ ഡേറ്റ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ പഠിച്ചെടുക്കാം. വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അത് എനിക്ക് വളരെ ഇഷ്ടവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ മാത്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ടീക്കുട്ടിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളത് പഠിക്കാം. ചെറിയൊരു പനി ഉണ്ടോയെന്നൊരു സംശയമല്ല ചിച്ചു. അദ്ദിക്കുട്ടൻ്റെ മലയാളം കണ്ടോ, ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ? ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. മലയാളമൊക്കെ എല്ലാം നല്ല ഭംഗിയിൽ നല്ല ഉരുട്ടി വലുതാക്കി എഴുതും. പക്ഷെ മാത്സും EVS ഇംഗ്ലീഷിലൊക്കെ എത്തുമ്പോണ്ടല്ലോ അതങ്ങ് പറ്റുന്നേ ഇല്ല ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു, മന്ത്ലി ടെസ്റ്റ് കഴിഞ്ഞു. ഇതാണ് കുഞ്ഞിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ ഇന്നലെ എടുത്തതാണ്. അപ്പോഴത്തേക്കും ഇന്ന് ഇത് ഫുള്ള് പഠിച്ച് തീർക്കണം. ഞങ്ങൾ തീർക്കില്ല ചിക്കോ, ഇല്ലടാ?